നക്ഷത്രങ്ങളിൽ ചുറ്റപ്പെട്ട ആകാശരാജ്യത്തിൽ ഒരു രാജാവും രാജ്ഞിയും താമസിച്ചിരുന്നു. ആകാശരാജാവ് ചാൾസ് എന്നും രാജ്ഞി അന്ന എന്നും പേരായിരുന്നു. അവർക്കൊരു മകളും ഉണ്ടായിരുന്നു, അന്ന ക്രിസ്റ്റൽ. അവൾ ജനിക്കുമ്പോൾ തന്നെ ആകാശം നിറയെ പ്രകാശമുണ്ടായി. ഏത് താറാവുകളും അവർക്ക് ആശീർവാദങ്ങളുമായി എത്തി. അവൾ സ്നേഹപൂർവ്വം വളർന്നു. പക്ഷേ രാജാവ് വളരെ സൂക്ഷ്മനായിരുന്നു. ആകാശരാജ്യത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകാൻ പാടില്ല എന്നായിരുന്നു രാജാവിന്റെ കർശന നിയമം. പക്ഷേ അന്ന ക്രിസ്റ്റൽ ഭൂമിയിലെ ലോകം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ തന്റെ മേഘപ്പന്തത്തിലെ കിടക്കയിൽ ഉറങ്ങുമ്പോൾ അവളെ വിളിച്ചുവരുത്താൻ ഒരു പൊന്താറാവ് ആകാശത്തിൽ നിന്ന് വന്നു. താറാവ് പറഞ്ഞു, ഭൂമിയിലെ കാട്ടുപക്ഷികൾക്കിടയിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നു. അവർക്കു സഹായം ആവശ്യമാണ്. അന്ന ക്രിസ്റ്റൽ മനസ്സിൽ കലഹിച്ചു. അവൾക്കു നിയമം അറിയാമായിരുന്നു, പക്ഷേ അവളുടെ ഹൃദയം താറാവിന്റെ വാക്കുകൾക്കൊപ്പം പോയി. അവൾ മേഘപ്പന്തത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, ആകാശപ്പടവിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി. അവൾ ഒരു കാട്ടിലെത്തി, അവിടെ സിംഹങ്ങളെയും പക്ഷികളെയും മറ്റും കാണുകയും ചെയ്തു. കാട്ടിലെ കായൽ ഉണങ്ങിയിരുന്നു, അത് അവർക്കു ജീവന്റെ ഉറവിടമായിരുന്നു. അവൾ തന്റെ ആകാശരീടം കായലിലേക്ക് ഇട്ടു. അപ്പോൾ കായലിൽ വെള്ളം വീണ്ടും കയറാൻ തുടങ്ങി. ജീവജാലങ്ങൾ അവരുടെ ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അന്ന ക്രിസ്റ്റലിന് നന്ദി പറഞ്ഞു. അവളുടെ ഭൂമിയിലേക്കുള്ള യാത്ര രാജാവ് ചാൾസ് അറിഞ്ഞു. ദേഷ്യത്തോടെ രാജാവ് ആകാശത്തിൽ നിന്ന് ഒരു വലിയ ശക്തി അയച്ചു. നീ നിയമം ഭംഗം ചെയ്തു, ഇനി ഭൂമിയിലും ആകാശത്തിലും നീ ജീവിക്കരുത് എന്ന് രാജാവ് ശപിച്ചു. അവൾ കരഞ്ഞു. പക്ഷേ അതേ സമയം ഭൂമിയിലെ ജീവജാലങ്ങൾ ഒന്നിച്ചുചേർന്ന് രാജാവിനോട് അപേക്ഷിച്ചു, അവൾ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അവളെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുക. ജീവജാലങ്ങളുടെ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. നിന്റെ നല്ല മനസ്സ് കൊണ്ട് നീ രാജകുമാരിയായിരുന്നില്ലേ, നീ ഇനി ആകാശത്തിന്റെയും ഭൂമിയുടെയും സംയുക്ത രാജകുമാരിയാകട്ടെ. രാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെ അന്ന ക്രിസ്റ്റൽ ആകാശത്തിൽ തിരികെ പോകാനും ഭൂമിയിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അവളുടെ കിരീടം ഇനി ആകാശത്തിന്റെ കിരീടമല്ല, ഭൂമിയുടെ പുഷ്പങ്ങളാലും തിളങ്ങുന്ന കിരീടം. അവർ വീണ്ടും ആകാശത്തിൽ പറന്നു, പക്ഷേ അടുത്ത് ഭൂമിയിലും സന്തോഷം വിതറി.